ലോകത്തിന്റെ ഭൂപടത്തിൽ ഇന്ന് രാഷ്ട്രീയ നയതന്ത്രങ്ങളുടെ ഒരു വമ്പൻ ചതുരംഗകളിയാണ് നടക്കുന്നത്. അയൽരാജ്യമായ ബംഗ്ലാദേശിൽ ജനകീയ വിപ്ലവത്തിന് പിന്നാലെ താരിഖ് റഹ്മാൻ എന്ന പുതിയ നായകൻ ഉദിച്ചുയരുമ്പോൾ പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ദശാബ്ദങ്ങൾ നീണ്ട ശത്രുത ഒമാനിലെ രഹസ്യമുറികളിൽ സമാധാനത്തിന് വഴിമാറുകയാണ്. എന്നാൽ ഇതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ വിവാദ പരാമർശം നയതന്ത്ര വൃത്തങ്ങളെ ഞെട്ടിച്ചത്. അതേസമയം പാകിസ്ഥാൻ ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാന്റെ കാഴ്ച മങ്ങുന്നുവെന്ന വാർത്ത ആഗോളതലത്തിൽ മനുഷ്യാവകാശ ചർച്ചകൾക്ക് തുടക്കമിടുമ്പോൾ കിഴക്കൻ ചൈന കടലിൽ ചൈനീസ് കപ്പലിനെ ജപ്പാൻ പിന്തുടർന്ന് പിടികൂടിയത് ഏഷ്യയെ മറ്റൊരു യുദ്ധം മുൻപിലാക്കിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ലോകഗതിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ വാർത്തകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. വെൽക്കം ടു ലോക. നമ്മുടെ തൊട്ടയൽപ്പക്കത്ത് നടക്കുന്നത് ഒരു വമ്പൻ പൊളിറ്റിക്കൽ ത്രില്ലറാണ്. കഴിഞ്ഞ 15 വർഷം ബംഗ്ലാദേശ് ഭരിച്ച ഷെയ്ഖ് ഹസീന എന്ന കരുത്തുറ്റ വനിത ഒടുവിൽ അധികാരം വിട്ടൊഴിഞ്ഞു, രാജ്യം വിട്ടു. ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിന് അന്ത്യം കുറിച്ച ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ശേഷം രാജ്യം കാത്തിരുന്ന ആ നിർണായക വിധിയെഴുത്ത് പുറത്തു വന്നിരിക്കുകയാണ്. ഹസീനയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രു താരിഖ് റഹ്മാൻ വിജയ കിരീടവുമായി ബംഗ്ലാദേശിന്റെ സിംഹാസനത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. ഇന്നലെ നടന്ന ചരിത്രപരമായ ജനറൽ ഇലക്ഷന്റെ റിസൾട്ടുകൾ വരുമ്പോൾ താരിഖ് റഹ്മാന്റെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. 17 വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ചെത്തിയ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിന്റെ അടുത്ത അമരക്കാരനാകാൻ ഒരുങ്ങുന്നു. ഇത് വെറുമൊരു ഭരണമാറ്റമല്ല, ബംഗ്ലാദേശിലെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു പുതിയ കാലത്തിന്റെ തുടക്കമാണ്. എന്താണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? താരിഖ് റഹ്മാന്റെ ഈ വമ്പൻ തിരിച്ചുവരവ് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? പരിശോധിക്കാം. കഴിഞ്ഞ കുറെ മാസങ്ങളായി ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടത് വലിയ അസ്ഥിരതയായിരുന്നു. ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതിന് ശേഷം നൊബേൽ ജേതാവ് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഇന്ററിം ഗവൺമെന്റ് ആയിരുന്നു അവിടെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ഒടുവിൽ ഫെബ്രുവരി 12 നടന്ന ഇലക്ഷന്റെ ലേറ്റസ്റ്റ് കണക്കുകൾ വന്നപ്പോൾ ആകെയുള്ള 300 സീറ്റുകളിൽ 200-ലധികം സീറ്റുകൾ നേടി BNP അധികാരം ഉറപ്പിച്ചിരിക്കുകയാണ്. ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗ് ഇല്ലാത്ത ഇലക്ഷനിൽ പ്രധാന പോരാട്ടം നടന്നത് ഇസ്ലാമിസ്റ്റ് പാർട്ടിയായ ജമാഅത്തെ ഇസ്ലാമിയും BNPയും തമ്മിലായിരുന്നു. പക്ഷേ ജമാഅത്തിന് വെറും 60ഓളം സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. അതായത് ബംഗ്ലാദേശിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് ഒരു മോഡറേറ്റ് ജനാധിപത്യ ഭരണകൂടത്തെയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്തത് മാറ്റത്തെയാണ്. ബൊഗുറ 6, ധാക്ക 17 എന്നീ 2 മണ്ഡലങ്ങളിൽ നിന്നും വമ്പൻ ഭൂരിപക്ഷത്തിലാണ് താരിഖ് റഹ്മാൻ വിജയിച്ചത്. ഇത് അദ്ദേഹത്തിന് ലഭിച്ച ഒരു വലിയ പബ്ലിക് മാൻഡേറ്റ് ആണ്. ഈ വിജയത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു ജനാധിപത്യപരമായ ബംഗ്ലാദേശിന് ഇന്ത്യയുടെ എല്ലാവിധ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ മകനാണ് താരിഖ് റഹ്മാൻ. 2008 മുതൽ ലണ്ടനിൽ എക്സൈലിൽ കഴിയുകയായിരുന്നു ഇദ്ദേഹം. ഹസീന സർക്കാരിന്റെ കാലത്ത് നിരവധി കേസുകളിൽ പ്രതിയാക്കപ്പെട്ട താരിഖ് ഹസീനയുടെ വീഴ്ചയ്ക്ക് ശേഷമാണ് ഡിസംബറിൽ നാട്ടിൽ തിരിച്ചെത്തിയത്. തിരിച്ചെത്തിയ ഉടനെ തന്നെ അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ഐ ഹാവ് എ ന്യൂ പ്ലാൻ ഫോർ ബംഗ്ലാദേശ്. ബംഗ്ലാദേശിന് വേണ്ടി ഒരു പുതിയ പ്ലാൻ ഉണ്ട് എനിക്ക്. ആ പ്ലാനിലാണ് ബംഗ്ലാദേശിലെ ജനങ്ങൾ ഇപ്പോൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. ഈ വിജയത്തിന് പിന്നിൽ മറ്റൊരു പ്രധാന ഘടകമുണ്ട്. അത് അവിടുത്തെ ജെൻസി യുവതലമുറയാണ്. ക്വാട്ട വിരുദ്ധ സമരത്തിലൂടെ തുടങ്ങിയ ആ വിപ്ലവം ഇന്നൊരു പുതിയ സർക്കാരിനെ വാഴിക്കുന്നിടത്ത് എത്തി നിൽക്കുകയാണ്. തൊഴിലില്ലായ്മയും അഴിമതിയും മടുത്ത ആ യുവാക്കൾ താരിഖ് റഹ്മാനിൽ ഒരു രക്ഷകനെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഫലം പറയുന്നത് അതേ എന്നാണ്. എങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വരും ദിവസങ്ങളിൽ താരിഖിന് ഒരു വെല്ലുവിളിയായേക്കാം. BNP വാഗ്ദാനം ചെയ്യുന്നത് വലിയ മാറ്റങ്ങളാണ്. പ്രധാനമന്ത്രിയുടെ കാലാവധി 10 വർഷമായി പരിമിതപ്പെടുത്തുക, അഴിമതി തുടച്ചു നീക്കുക, സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുക എന്നിവയാണ് അവരുടെ മെയിൻ അജണ്ട. ഒരു തരത്തിൽ പറഞ്ഞാൽ ബംഗ്ലാദേശ് ഒരു പുതിയ ഡെമോക്രാറ്റിക് ഇറയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം വളരെ ക്രൂഷ്യലാണ്. ഷെയ്ഖ് ഹസീന ഇന്ത്യയുടെ ഒരു ക്ലോസ് ആയിട്ടുള്ള അലയായിരുന്നു. എന്നാൽ താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ ഇന്ത്യയോടുള്ള നിലപാടിൽ എന്ത് മാറ്റം വരുത്തുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്നിരുന്നാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോടകം തന്നെ താരിഖ് റഹ്മാനെ അഭിനന്ദിക്കുകയും ഇന്ത്യയുടെ പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം 300 സീറ്റുകളിൽ 200-ലധികം സീറ്റുകൾ നേടി BNP അധികാരം ഉറപ്പിച്ചു കഴിഞ്ഞു. വിജയാഘോഷങ്ങൾ പാടില്ലെന്നും പ്രാർത്ഥനകൾ മതിയെന്നുമാണ് താരിഖ് റഹ്മാൻ തന്റെ അണികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാജ്യത്ത് സമാധാനം നിലനിർത്താനാണ് ഇപ്പോൾ എല്ലാവരും മുൻഗണന നൽകുന്നത്. ബംഗ്ലാദേശ് ഇപ്പോൾ ഒരു വലിയ മാറ്റത്തിന്റെ വക്കിലാണ്. താരിഖ് റഹ്മാൻ എന്ന പഴയ നേതാവിന്റെ പുതിയ അവതാരം ബംഗ്ലാദേശിനെ എങ്ങോട്ട് നയിക്കും? ഇത് യഥാർത്ഥ ജനാധിപത്യത്തിന്റെ തിരിച്ചുവരവാണോ അതോ മറ്റൊരു അധികാര കൈമാറ്റം മാത്രമാണോ? വരും ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം.
പശ്ചിമേഷ്യൻ മണ്ണിൽ നിന്ന് വീണ്ടും ലോകത്തെ ഞെട്ടിക്കുന്ന ചില നയതന്ത്ര നീക്കങ്ങൾ പുറത്തുവരികയാണ്. ഒരു വശത്ത് യുദ്ധത്തിന്റെ കറുത്ത നിഴൽ മായാതെ നിൽക്കുമ്പോൾ മറുവശത്ത് സമാധാനത്തിന്റെ പുതിയൊരു പ്രതീക്ഷയുടെ കിരണങ്ങൾ കാണുന്നുണ്ട്. പതിറ്റാണ്ടുകളായി ശത്രുക്കളായി തുടരുന്ന അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു പകയ്ക്ക് ഒടുവിലൊരു വിരാമമുണ്ടാകുമോ? കഴിഞ്ഞ ആഴ്ച ഒമാനിൽ നടന്ന ചില രഹസ്യ നീക്കങ്ങളാണ് ഇപ്പോൾ ലോകമെങ്ങും ചർച്ചയാകുന്നത്. ഇതൊരു വലിയ സമാധാന കരാറിലേക്കുള്ള യാത്രയാണോ, അതോ വരാനിരിക്കുന്ന ഒരു സ്ഫോടനത്തിന് മുന്നോടിയായുള്ള നിശബ്ദതയാണോ? അമേരിക്ക എന്ന വൻശക്തിയും ഇറാൻ എന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കും തമ്മിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് ചെസ് ഗെയിം നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം. പശ്ചിമേഷ്യയിലെ പല പ്രതിസന്ധികളിലും സമാധാനത്തിന്റെ പാലമായി വർത്തിക്കുന്ന രാജ്യമാണല്ലോ ഒമാൻ. ഫെബ്രുവരി 6 ഒമാനിൽ നടന്ന ചർച്ചകൾ വെറുമൊരു സാധാരണ മീറ്റിംഗ് ആയിരുന്നില്ല. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗ്ചി, അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, പിന്നെ ട്രംപിന്റെ വിശ്വസ്തനും മരുമകനുമായ ജെറഡ് കുഷ്നർ, ഇവരെല്ലാം ഒരേ നഗരത്തിൽ ഒത്തുകൂടി എന്നതാണ് വലിയ വാർത്ത. ഇവർ ഒരേ മേശയ്ക്ക് ചുറ്റുമിരുന്ന് നേരിട്ട് സംസാരിച്ചില്ല എങ്കിലും ഒമാൻ മധ്യസ്ഥനായി നിന്നുകൊണ്ടുള്ള ഈ ബാക്ക്ഡോർ ഡിപ്ലോമസി വലിയ മാറ്റമാണ് സൂചിപ്പിക്കുന്നത്. ശത്രുതയുടെ ആ കടുപ്പമേറിയ മഞ്ഞുരുകുന്നു എന്നതിന്റെ തെളിവായിട്ടാണ് തെഹ്റാൻ പിന്നീട് സ്ഥിരീകരിച്ച ആ ഹസ്തദാനത്തെ നയതന്ത്ര ലോകം കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു മേജർ ബ്രേക്ക് ത്രൂ തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ തലവൻ അലി ലാരിജാനി ഒമാനും ഖത്തറും സന്ദർശിച്ചത്. ഇറാൻ ഭരണകൂടത്തിൽ പവർഫുൾ സ്വാധീനമുള്ള ലാരിജാനിയുടെ സന്ദർശനം ചർച്ചകൾക്ക് പുതിയ മാനം നൽകി. ഒമാൻ സന്ദർശനത്തിനിടെ അദ്ദേഹം കൈവശം വെച്ചിരുന്ന ഒരു കഷ്ണം കടലാസ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. അത് അമേരിക്കയ്ക്കുള്ള ഇറാന്റെ സന്ദേശമാണോ അതോ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ഡിമാൻഡുകളാണോ എന്ന കാര്യത്തിൽ ഇന്നും ദുരൂഹതയുണ്ട്. അമേരിക്കൻ ഭാഗത്തു നിന്നുള്ള സന്ദേശങ്ങൾ ഒമാൻ വഴി തങ്ങൾക്ക് കിട്ടിയെന്ന് ലാരിജാനി സമ്മതിക്കുന്നുണ്ട് എങ്കിലും അതിന്റെ ഉള്ളടക്കം പുറത്തുവിടാൻ ആരും തയ്യാറായിട്ടില്ല. ഒരുതരം സീക്രട്ട് കോഡ് ലാംഗ്വേജ് പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നത്തിന്റെ കാതലെന്ന് പറയുന്നത് ആ ന്യൂക്ലിയർ പ്രോജക്റ്റ് തന്നെയാണല്ലോ. ഇറാൻ അറ്റോമിക് ബോംബ് നിർമ്മിക്കാൻ ശ്രമിക്കുന്നുവെന്ന് അമേരിക്കയും ഇസ്രായേലും ആരോപിക്കുമ്പോൾ തങ്ങൾ സമാധാന ആവശ്യത്തിനാണ് ഇത് ചെയ്യുന്നതെന്നാണ് ഇറാന്റെ വാദം. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ട്. തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ നൽകുന്ന സൂചന പ്രകാരം കൃത്യമായ കണ്ടീഷനുകളോടെ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ഇറാനെ അനുവദിക്കാൻ അമേരിക്ക സന്നദ്ധമായേക്കും. ഇതൊരു വലിയ യു ടേൺ ആയിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഈ നീക്കത്തെ ഏറ്റവും കൂടുതൽ സംശയത്തോടെ നോക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ആണ്. ട്രംപ് ഒരു നല്ല കരാർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് നെതന്യാഹു സമ്മതിക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളും അവർ പല ഗ്രൂപ്പുകൾക്കും നൽകുന്ന പിന്തുണയും ഈ കരാറിന്റെ ഭാഗമാക്കണമെന്ന് അദ്ദേഹം കർശനമായി ആവശ്യപ്പെടുന്നു. വെറും ഒരു ന്യൂക്ലിയർ ഡീല് കൊണ്ട് കാര്യമില്ല, ഇറാന്റെ സൈനിക കരുത്ത് കുറയ്ക്കണമെന്നതാണ് ഇസ്രായേലിന്റെ നിലപാട്. അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ നടക്കുമ്പോൾ ഇറാനിന്റെ ഉള്ളിൽ കാര്യങ്ങൾ അത്ര സുഖകരമല്ല. ജനുവരിയിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ ഇറാൻ ഭരണകൂടത്തെ വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. 7000-ലധികം പേർ മരിച്ചു എന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത്. ഈ ആഭ്യന്തര സമ്മർദ്ദമാണ് ഒരുപക്ഷെ ഇറാനെ ചർച്ചകൾക്ക് പ്രേരിപ്പിക്കുന്നത്. എങ്കിലും ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമേനി ഇതുവരെ ഈ നീക്കങ്ങൾക്ക് പരസ്യമായ അനുമതി നൽകിയിട്ടില്ല. ഖമേനിയുടെ ഗ്രീൻ സിഗ്നൽ ഇല്ലാതെ ഒരു കരാറും ഇറാനിൽ നടപ്പാകില്ല എന്നതാണ് വാസ്തവം. ഇനി ഇവിടെയുള്ള ട്വിസ്റ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശൈലി നമുക്കറിയാം. അത് എപ്പോഴും വളരെ സങ്കീർണമാണ്. ഒരു വശത്ത് സമാധാന ചർച്ചകളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ മറുവശത്ത് ശക്തമായ സൈനിക മുന്നറിയിപ്പുകളും അദ്ദേഹം നൽകുന്നുണ്ട്. USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് ഒരു ഷോ ഓഫ് ഫോഴ്സ് ആണ്. ഒരു കരാർ ഉണ്ടാക്കാൻ സാധിച്ചില്ല എങ്കിൽ അത് വലിയൊരു ദുരന്തമായിരിക്കും എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. വാഷിംഗ്ടണിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം രണ്ടാമതൊരു വിമാനവാഹിനി കപ്പൽ കൂടി മേഖലയിലേക്ക് എത്തിയേക്കും. അതായത് ഒരു കൈയിൽ സമാധാനവും മറുകൈയിൽ സൈനിക ശക്തിയും കാട്ടിയുള്ള ആ പഴയ ട്രംപ് സ്റ്റൈൽ ഗെയിം തന്നെയാണ് ഇത്. സൗദി അറേബ്യ, UAE, ഈജിപ്ത്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾക്കും ഈ ചർച്ചകളിൽ വലിയ താല്പര്യമുണ്ട്. ഒരു യുദ്ധമുണ്ടായാൽ അത് തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. ഈ സാഹചര്യം ഇറാൻ തന്ത്രപരമായി ഉപയോഗിക്കുന്നുമുണ്ട്. അമേരിക്കയുമായുള്ള ചർച്ചകളിലൂടെ തങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നുവെന്ന് ഗൾഫ് രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇറാൻ ശ്രമിക്കുകയാണ്. ഇത് അമേരിക്കയുടെ നേരിട്ടുള്ള സൈനിക നീക്കങ്ങളെ തടയാനുള്ള ഒരു മാർഗം കൂടിയാണ്. ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധർ പറയുന്നത് ഇറാൻ ഇപ്പോൾ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് സമയം ലാഭിക്കാൻ വേണ്ടിയാകാമെന്നാണ്. എങ്കിലും ട്രംപ് തന്റെ വാഗ്ദാനം പാലിച്ച് മനോഹരമായ ഒരു കരാർ ഉണ്ടാക്കുമോ അതോ മേഖല വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്നത് വരും ദിവസങ്ങളിൽ അറിയാം. ചരിത്രം പരിശോധിച്ചാൽ ഇറാൻ അത്ര പെട്ടെന്ന് വിട്ടുവീഴ്ച ചെയ്യുന്നവരല്ല. പക്ഷേ സാമ്പത്തിക ഉപരോധങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും അവരെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നുണ്ട്. സമാധാനം എന്നത് ഇപ്പോഴും ഒരു അകലെയുള്ള സ്വപ്നമാണെങ്കിലും ഒമാനിലെ ആ രഹസ്യ നീക്കങ്ങൾ നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല. വരാനിരിക്കുന്ന ദിവസങ്ങളിലെ ചർച്ചകൾ ലോകത്തിന്റെ തന്നെ ഭൂപടം മാറ്റി വരച്ചേക്കാം.
പാകിസ്ഥാനിൽ നിന്നും തികച്ചും ആശങ്കാജനകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പോപ്പുലറായ നേതാവ്, മുൻ പ്രധാനമന്ത്രിയും ക്രിക്കറ്റ് ഇതിഹാസവുമായ ഇമ്രാൻഖാന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അദിയാല ജയിലിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ വലതു കണ്ണിന്റെ കാഴ്ച ഏതാണ്ട് പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്ന വാർത്ത പാകിസ്ഥാനിൽ വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റിന് തന്നെ കാരണമായിട്ടുണ്ട്. ഇതൊരു സാധാരണ മെഡിക്കൽ ഇഷ്യൂ എന്നതിലുപരി പാകിസ്ഥാനിലെ ജനാധിപത്യം എത്രത്തോളം തകർന്നിരിക്കുന്നു എന്നതിന്റെ തെളിവായിട്ടാണ് പലരും കാണുന്നത്. കേസ് ഇപ്പോൾ പാകിസ്ഥാൻ സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇമ്രാൻഖാന് സംഭവിച്ചത്? ജയിലിനുള്ളിൽ അദ്ദേഹം നേരിടുന്നത് ക്രൂരമായ അവഗണനയാണോ? ഈ വിഷയത്തിൽ പാകിസ്ഥാൻ സുപ്രീം കോടതിയുടെ ഇടപെടൽ എന്താണ് നോക്കാം. ഇമ്രാൻഖാന്റെ ആരോഗ്യനില പരിശോധിക്കാൻ കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി സൽമാൻ സഫ്ദർ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങളുള്ളത്. 2025 ഒക്ടോബർ വരെ ഖാന്റെ 2 കണ്ണുകൾക്കും യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിനുശേഷം കണ്ണിന് മങ്ങലും കാഴ്ചയ്ക്ക് അവ്യക്തതയും അനുഭവപ്പെട്ടു. ഇത് തുടങ്ങിയതോടെ അദ്ദേഹം ജയിൽ അധികൃതരെ പലതവണ വിവരം അറിയിച്ചിരുന്നു. പക്ഷേ തുടർച്ചയായ പരാതികൾക്ക് ശേഷമാണ് ഒരു മെഡിക്കൽ ചെക്കപ്പിന് അധികൃതർ തയ്യാറായത്. പരിശോധനയിൽ വലതു കണ്ണിൽ രക്തം കട്ടപിടിച്ചതായി കണ്ടെത്തി. ഇത് കണ്ണിന്റെ കോശങ്ങളെ സാരമായി ബാധിച്ചിട്ടുമുണ്ട്. പാകിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിന് വലതു കണ്ണിൽ വെറും 15% കാഴ്ച മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ സുപ്രീം കോടതി ഗൗരവകരമായ നിലപാടാണ് സ്വീകരിച്ചത്. ചീഫ് ജസ്റ്റിസ് യഹിയ അഫ്രീദി ഉൾപ്പെട്ട ബെഞ്ച് പറഞ്ഞത് ഒരു തടവുകാരന്റെ ജീവനും ആരോഗ്യവും സംരക്ഷിക്കുക എന്നത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്നാണ്. ഫെബ്രുവരി 16-നകം ഇമ്രാൻഖാന് ഏറ്റവും മികച്ച നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ സമഗ്രമായ ഒരു മെഡിക്കൽ പരിശോധന ഉറപ്പാക്കാൻ കോടതി ഉത്തരവിട്ടു. കൂടാതെ ഖാന്റെ പേഴ്സണൽ ഡോക്ടർമാരെ അദ്ദേഹത്തെ കാണാൻ അനുവദിക്കണമെന്നും ലണ്ടനിലുള്ള മക്കളായ ഖാസിം, സുലൈമാൻ എന്നിവരുമായി ഫോണിൽ സംസാരിക്കാൻ അവസരം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. കോടതിക്ക് പുറത്ത് ഖാന്റെ സഹോദരി അലീമ ഖാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ വാർത്തകളോട് പ്രതികരിച്ചത്. ഇമ്രാൻഖാന്റെ മകൻ ഖാസിം ഖാൻ ഉന്നയിച്ച ആരോപണങ്ങൾ പാകിസ്ഥാൻ ഭരണകൂടത്തെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ്. ഏകദേശം 922 ദിവസത്തിലേറെയായി തന്റെ പിതാവ് ഏകാന്ത തടവിലാണെന്നും കൃത്യമായ ചികിത്സയോ രക്തപരിശോധനയോ ജയിലിൽ നൽകുന്നില്ലെന്നും ഖാസിം ആരോപിച്ചു. മനഃപൂർവ്വമായൊരു അവഗണന അവിടെ നടക്കുന്നുണ്ട്. ജയിലിലെ മോശം സാഹചര്യങ്ങളും വെളിച്ചത്തിന്റെ കുറവും ഇമ്രാൻഖാന്റെ ആരോഗ്യത്തെ തകർത്തു എന്നാണ് PTI പ്രവർത്തകർ പറയുന്നത്. പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറും പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനും എതിരെയാണ് ഖാസിം ഖാൻ വിരൽ ചൂണ്ടുന്നത്. പാകിസ്ഥാനിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഖൈബർ പഖ്തൂൺഖ്വ മുഖ്യമന്ത്രി സൊഹൈൽ അഫ്രീദി ഇതിനെ വിശേഷിപ്പിച്ചത് ക്രൂരമായ അനാസ്ഥ എന്നാണ്. ഒരു മുൻ പ്രധാനമന്ത്രിക്ക് ഈ ഗതിയാണെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും ഈ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായ ഒരു മനുഷ്യന്റെ ആരോഗ്യ അവകാശങ്ങൾ നിഷേധിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് ഇവരുടെ പക്ഷം. ലണ്ടനിൽ താമസിക്കുന്ന മക്കൾക്ക് വിസ നിഷേധിക്കുന്നതും വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഫെബ്രുവരി 16 നടക്കുന്ന പുതിയ മെഡിക്കൽ പരിശോധനയുടെ ഫലത്തിലാണ്. ഇമ്രാൻഖാന്റെ പേഴ്സണൽ ഡോക്ടർമാർക്ക് കൂടി ഈ പരിശോധനയിൽ പങ്കുചേരാൻ കഴിഞ്ഞാൽ മാത്രമേ നിലവിലെ റിപ്പോർട്ടുകളുടെ വിശ്വാസ്യത ഉറപ്പിക്കാൻ കഴിയൂ. കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അദ്ദേഹത്തിന് വിദേശത്ത് ചികിത്സ ആവശ്യമായി വരുമോ എന്ന കാര്യത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ഈ സംഭവം ഒരു പുതിയ ഊർജ്ജമാകുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. ജനാധിപത്യം എന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യത്ത് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. രാഷ്ട്രീയമായി നിങ്ങൾക്ക് ഇമ്രാൻഖാനോട് വിയോജിപ്പുണ്ടാകാം. പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അർഹമായ ചികിത്സ നൽകേണ്ടത് നീതിന്യായ വ്യവസ്ഥയുടെ കടമയാണ്. ഡൊണാൾഡ് ട്രംപ് തിരിച്ചു വന്നാൽ പിന്നെ വിവാദങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകില്ല എന്ന് നമുക്കറിയാമായിരുന്നു. പക്ഷേ ഇത്തവണ ട്രംപ് ഉന്നം വെച്ചിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വമ്പൻ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ആ പ്രത്യേക സൗഹൃദം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഈ സൗഹൃദത്തിനിടയിൽ ട്രംപ് നടത്തിയ ചില പരാമർശങ്ങൾ ഇപ്പോൾ വലിയൊരു നയതന്ത്ര വിവാദമായി മാറിയിരിക്കുകയാണ്. മോദിയുടെ രാഷ്ട്രീയ കരിയർ നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ട്രംപ് പരസ്യമായി പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇന്ത്യ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? ഇനി ഇത് മാത്രമല്ല, കഴിഞ്ഞ നവംബറിൽ ഡൽഹി റെഡ് ഫോർട്ടിന് സമീപമുണ്ടായ ഭീകരമായ കാർ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ പാകിസ്ഥാൻ കേന്ദ്രമായ ജെയ്ഷെ മുഹമ്മദ് ആണെന്ന് ഐക്യരാഷ്ട്രസഭ ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. സങ്കീർണമായ പല നയതന്ത്ര നീക്കങ്ങളും നടക്കുന്നുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം, പുതിയ വ്യാപാര കരാറുകൾ, പിന്നെ പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾ എന്നിങ്ങനെ പല തലങ്ങളിലുള്ള കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. പരിശോധിക്കാം ഓരോന്നും. മോദി ട്രംപ് വിഷയം അല്ലെങ്കിൽ ഈ സംഭവം തുടങ്ങുന്നത് വൈറ്റ് ഹൌസിലെ ഒരു വാർത്താ സമ്മേളനത്തിൽ നിന്നാണ്.
ട്രംപ് മോദിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: മോദി ഒരു ഗ്രേറ്റ് മനുഷ്യനാണ്, അദ്ദേഹം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഇവിടെ വരെ കുഴപ്പമില്ല. പക്ഷേ തൊട്ടു പിന്നാലെ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ് ഇന്ത്യയെ ചൊടിപ്പിച്ചത്. ആ സ്നേഹത്തെ മറ്റൊരർത്ഥത്തിൽ കാണരുതെന്നും മോദിയുടെ രാഷ്ട്രീയ ജീവിതം അഥവാ പൊളിറ്റിക്കൽ കരിയർ നശിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് ട്രംപ് കൂട്ടിച്ചേർത്തത്. കേൾക്കുമ്പോൾ ഒരു തമാശ പോലെ തോന്നാമെങ്കിലും സംഗതി അത്ര നിസ്സാരമല്ല. ഒരു രാജ്യത്തിന്റെ ഭരണത്തലവൻ മറ്റൊരു രാജ്യത്തെ നേതാവിനെ കുറിച്ച് ഞാൻ വിചാരിച്ചാൽ അദ്ദേഹത്തിന്റെ കരിയർ തകർക്കാൻ പറ്റുമെന്ന രീതിയിൽ സംസാരിക്കുന്നത് അന്താരാഷ്ട്ര മര്യാദകളുടെ ലംഘനം തന്നെയാണ്. ഈ ഒരു സംഭവം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഇടപെടലായിട്ടാണ് പലരും കാണുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇതിനെതിരെ പ്രതികരിച്ചത്. പുറത്തുവന്ന ആ വീഡിയോയുടെ ആധികാരികത പരിശോധിച്ച ശേഷം ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത്. ഈ വിവാദം ഇത്രത്തോളം കത്താൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ മാസം ആദ്യം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു പുതിയ ട്രേഡ് ഡീൽ ഒപ്പിട്ടിരുന്നു. ഇതിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രതിഷേധത്തിലാണ്. പ്രധാനമന്ത്രി മോദി അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് ഈ കരാറിൽ ഒപ്പിട്ടതെന്നും ഇത് ഇന്ത്യയിലെ 150 കോടി ജനങ്ങളുടെ താൽപര്യത്തിന് വിരുദ്ധമാണെന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. ട്രേഡ് ഡീലിനെ കുറിച്ച് പറയുമ്പോൾ ചില നാടകീയ നീക്കങ്ങളുണ്ട്. അമേരിക്ക ആദ്യം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഇന്ത്യ പയറുവർഗ്ഗങ്ങളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കാൻ സമ്മതിച്ചു എന്നാണ്. ഇത് പുറത്തു വന്നതോടെ ഇന്ത്യയിലെ കർഷകരും പ്രതിപക്ഷവും വലിയ പ്രതിഷേധം തുടങ്ങി. മോദി സർക്കാർ കർഷകരെ ചതിച്ചു എന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. എന്നാൽ ഇന്ത്യയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് വെറും 24 മണിക്കൂറിനുള്ളിൽ വൈറ്റ് ഹൌസിന് ആ റിപ്പോർട്ട് തിരുത്തേണ്ടി വന്നു. പുതിയ റിപ്പോർട്ടിൽ പൾസസ് എന്ന വാക്ക് അവർ നീക്കം ചെയ്തു. അതായത് ഇന്ത്യൻ കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടു എന്ന് ചുരുക്കം. അതുപോലെ ഇന്ത്യ $500 ബില്യൺ സാധനങ്ങൾ വാങ്ങുമെന്ന വാചകം മാറ്റി വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്നാക്കി മാറ്റാനും ഇന്ത്യക്ക് സാധിച്ചു. ഇതൊരു വലിയ നയതന്ത്ര വിജയം തന്നെയാണ്. എന്നാലും ട്രംപ് നടത്തിയ പരാമർശം പ്രതിപക്ഷത്തിന് വലിയൊരു ആയുധമായി മാറി. ട്രംപും മോദിയും തമ്മിലുള്ള ഡിപ്ലോമസി അഥവാ കെട്ടിപ്പിടുത്ത നയതന്ത്രം കൊണ്ട് ഇന്ത്യക്ക് ഒരു ഗുണവുമില്ലെന്ന് ജയറാം രമേശിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ പരിഹസിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്കായി ട്രംപ് രൂപീകരിച്ച ബോർഡ് ഓഫ് പീസ് എന്ന സമിതിയിലേക്ക് ഇന്ത്യയെ ക്ഷണിച്ചിട്ടുണ്ട് എന്നതാണ്. പശ്ചിമേഷ്യയിൽ ഇന്ത്യക്ക് വലിയ സ്വാധീനമുണ്ടെന്ന് അമേരിക്ക തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഇതിൽ ചേരണോ എന്ന കാര്യത്തിൽ ഇന്ത്യക്ക് വലിയ സംശയമുണ്ട്. കാരണം ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലല്ലാത്ത ഇത്തരം സമിതികളിൽ ഭാഗമാകുന്നത് ഇന്ത്യയുടെ പരമ്പരാഗതമായ ചേരിചേരാ നയത്തെ ബാധിക്കുമോ എന്ന് സർക്കാർ ഭയപ്പെടുന്നു. ആരുടെയെങ്കിലും പക്ഷം പിടിക്കാതെ എങ്ങനെ സമാധാന ശ്രമങ്ങളിൽ പങ്കാളികളാകാം എന്നതാണ് ഇന്ത്യ ആലോചിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിന് ഒരു നയതന്ത്ര വിജയം കൂടി ഈയിടെ ലഭിച്ചിരുന്നു. 2025 നവംബറിൽ ഡൽഹി റെഡ് ഫോർട്ടിന് സമീപം നടന്ന സ്ഫോടനത്തിന് പിന്നിൽ പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് ആണെന്ന ഇന്ത്യയുടെ വാദം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചു. 2026 ഫെബ്രുവരിയിൽ പുറത്തുവന്ന റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ നൽകിയ തെളിവുകൾ ലോകം ഗൗരവമായി എടുക്കുന്നു എന്നതിന്റെ തെളിവാണിത്. മറ്റൊരു ആശ്വാസ വാർത്ത ഇറാനിൽ തടവിലായിരുന്ന 16 ഇന്ത്യൻ നാവികരിൽ 8 പേരെ മോചിപ്പിക്കാൻ സാധിച്ചു എന്നതാണ്. ബാക്കിയുള്ള 8 പേരുടെ മോചനത്തിനായി തെഹ്റാനിലെ ഇന്ത്യൻ എംബസി ശക്തമായി ഇടപെടുന്നുണ്ട്. ഇറാനുമായുള്ള നമ്മുടെ ചരിത്രപരമായ സൗഹൃദം ഇവിടെ വലിയ സഹായമാകുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മോദി ട്രംപ് സൗഹൃദത്തെക്കുറിച്ചുള്ള ഈ വിവാദങ്ങൾ വെറും ഒരു വാക്പോരാട്ടമല്ല. മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകക്രമത്തിൽ ഇന്ത്യ എവിടെ നിൽക്കുന്നുവെന്ന് അളക്കാനുള്ള ഒരു വേദിയാണിത്. ട്രംപിനെ പോലെയുള്ള ഒരു പ്രവചനാതീതനായ നേതാവിനെ കൈകാര്യം ചെയ്യുക എന്നത് ഇന്ത്യയുടെ വിദേശകാര്യ വിഭാഗത്തിന് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. രാജ്യത്തിന്റെ പരമാധികാരവും സാമ്പത്തിക താൽപര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാമെന്നാണ് ഇന്ത്യ ഇപ്പോൾ നോക്കുന്നത്. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്ന് വളരെ ഗൗരവകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. യുക്രൈനിലും പശ്ചിമേഷ്യയിലും യുദ്ധം തുടരുമ്പോൾ ഇതാ കിഴക്കൻ ഏഷ്യയിലും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. ചൈനയും ജപ്പാനും തമ്മിലുള്ള തർക്കം ഒരു വമ്പൻ സീ ക്ലാഷായി മാറിയിരിക്കുകയാണ്. രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു ചൈനീസ് കപ്പലിനെ ജപ്പാൻ കോസ്റ്റ് ഗാർഡ് പിന്തുടർന്ന് പിടികൂടിയെന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വെറുതെ ഒരു കപ്പൽ പിടിച്ചെടുത്തതല്ല ഇത്. 2 വൻ ശക്തികൾ തമ്മിലുള്ള വർഷങ്ങളായുള്ള പകയുടെ പുതിയ അധ്യായമാണ്. എന്താണ് കടലിൽ സംഭവിച്ചത്? ചൈനയുടെ പ്രതികരണം എന്താണ്? നോക്കാം. സംഭവം നടക്കുന്നത് കിഴക്കൻ ചൈന കടലിലെ ജപ്പാൻ അവകാശപ്പെടുന്ന എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിലാണ്. ചൈനയുടെ ഒരു മീൻപിടുത്ത കപ്പൽ ജപ്പാന്റെ അനുവാദമില്ലാതെ ഈ മേഖലയിൽ അനധികൃതമായി കടന്നു. ജപ്പാൻ കോസ്റ്റ് ഗാർഡ് ഈ കപ്പലിനോട് നിൽക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അവർ അത് കേൾക്കാൻ തയ്യാറായില്ല. പകരം അതിവേഗത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഇതോടെ ജപ്പാൻ കോസ്റ്റ് ഗാർഡ് രംഗത്തിറങ്ങി. സിനിമകളെ വെല്ലുന്ന രീതിയിലുള്ള ഒരു ഹൈ സ്പീഡ് ചേസ് ആണ് അവിടെ നടന്നത്. ഒടുവിൽ കപ്പൽ തടഞ്ഞു നിർത്തി അതിന്റെ ക്യാപ്റ്റനെ ജപ്പാൻ അറസ്റ്റ് ചെയ്തു. ജപ്പാന്റെ സമുദ്ര നിയമങ്ങൾ ലംഘിച്ചു എന്നതാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം. സാധാരണഗതിയിൽ ഇതൊരു ചെറിയ നിയമലംഘനമായി കാണാമെങ്കിലും ചൈനയും ജപ്പാനും തമ്മിലുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് വളരെ സെൻസിറ്റീവായൊരു വിഷയം തന്നെയാണ്.
ഇനി എന്തുകൊണ്ടാണ് ജപ്പാൻ ഇത്രയധികം പ്രകോപിതരാകുന്നത് എന്നൊന്ന് പരിശോധിക്കാം. ചൈനയും ജപ്പാനും തമ്മിൽ സെൻകാക്കു ദ്വീപുകളുടെ പേരിൽ ദശാബ്ദങ്ങളായി തർക്കം നിലനിൽക്കുന്നുണ്ട്. ചൈന ഇതിനെ ദിയാവു എന്നാണ് വിളിക്കുന്നത്. ഈ ദ്വീപുകൾക്ക് ചുറ്റുമുള്ള കടൽ സമ്പന്നമായ മീൻപിടുത്ത മേഖലയാണ്. കൂടാതെ വലിയ തോതിലുള്ള പ്രകൃതിവാതക ശേഖരവും ഇവിടെയുണ്ടെന്ന് കരുതപ്പെടുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ചൈനീസ് കപ്പലുകൾ ബോധപൂർവം ജപ്പാന്റെ അതിർത്തിയിലേക്ക് അതിക്രമിച്ചു കയറുന്നത് പതിവായിരിക്കുകയാണ്. ജപ്പാനിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാനുള്ള ചൈനയുടെ ഒരു തന്ത്രമായിട്ടാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനെ കാണുന്നത്. ഇപ്പോൾ കപ്പൽ പിടിച്ചെടുത്തതോടെ ചൈന വല്ലാതെ പ്രകോപിതരായിരിക്കുകയാണ്. ഈ സംഭവത്തിന് പിന്നാലെ ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു കഴിഞ്ഞു. തങ്ങളുടെ പൗരന്മാരെയും കപ്പലുകളെയും ദ്രോഹിക്കുന്നത് നിർത്തണമെന്നും അനാവശ്യമായ പ്രകോപനം ജപ്പാന് ഗുണം ചെയ്യില്ലെന്നുമാണ് ചൈനയുടെ മുന്നറിയിപ്പ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ജപ്പാൻ തങ്ങളുടെ പ്രതിരോധ ബജറ്റ് ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ ഭീഷണി നേരിടാൻ അമേരിക്കയുമായുള്ള പ്രതിരോധ കരാറുകൾ ജപ്പാൻ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കടലിലെ ഇത്തരം ചെറിയ ഉരസലുകൾ പോലും ഒരു വലിയ സൈനിക ഏറ്റുമുട്ടലിലേക്ക് വഴിമാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലോകം മുഴുവൻ ഈ വാർത്തയെ ഉറ്റുനോക്കാൻ ഒരു പ്രധാന കാരണമുണ്ട്. ഈ മേഖലയിലൂടെയാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട വ്യാപാര കപ്പലുകൾ കടന്നു പോകുന്നത്. ചൈനയുടെ ആധിപത്യം സ്ഥാപിച്ചാൽ അത് അന്താരാഷ്ട്ര വ്യാപാരത്തെയും സുരക്ഷയും ബാധിക്കും. അമേരിക്ക ഇതിനോടകം തന്നെ ജപ്പാന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജപ്പാന്റെ അതിർത്തിക്ക് നേരെയുള്ള ഏതൊരു ആക്രമണവും നേരിടാൻ തങ്ങൾ തയ്യാറാണെന്നാണ് വാഷിംഗ്ടണിന്റെ നിലപാട്. ഇത് ചൈനയെ കൂടുതൽ പ്രകോപിതരാക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കോൾഡ് വാർ സാഹചര്യം ഏഷ്യൻ സമുദ്രങ്ങളിൽ രൂപപ്പെട്ട് കഴിഞ്ഞു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പിടികൂടിയ ചൈനീസ് കപ്പലിലെ ജീവനക്കാരെ ജപ്പാൻ ചോദ്യം ചെയ്തു വരികയാണ്. കപ്പലിൽ എന്തെങ്കിലും തരത്തിലുള്ള ചാരവൃത്തിക്കുള്ള ഉപകരണങ്ങൾ ഉണ്ടോ എന്നും ജപ്പാൻ പരിശോധിക്കുന്നുണ്ട്. ചൈന ഇതിനെതിരെ ഔദ്യോഗികമായി പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ചൈന തങ്ങളുടെ കൂടുതൽ യുദ്ധക്കപ്പലുകൾ ഈ മേഖലയിലേക്ക് അയക്കുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഭയപ്പെടുന്നത്. അപ്പോൾ കാര്യങ്ങൾ വളരെ സീരിയസ് ആണ്. കിഴക്കൻ ചൈന കടലിൽ നിന്ന് ഇപ്പോൾ കേൾക്കുന്ന ഈ തിരമാലകളുടെ ഇരമ്പം വെറും ഒരു കപ്പൽ പിടിച്ചെടുത്തതിന്റെ അല്ല, മറിച്ച് ഏഷ്യയിൽ രൂപപ്പെട്ടു വരുന്ന ഒരു വലിയ നയതന്ത്ര യുദ്ധത്തിന്റെ സൂചന തന്നെയാണ്. ചൈനയുടെ കടലിലെ കടന്നുകയറ്റത്തിന് ജപ്പാൻ നൽകിയ ഈ മറുപടി ബെയ്ജിങ്ങിനെ അത്ര പെട്ടെന്ന് ശാന്തരാക്കില്ല എന്ന് ഉറപ്പാണ്. ജപ്പാൻ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഞങ്ങളുടെ അതിർത്തിയിൽ കളി വേണ്ട, പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേനയുള്ള ചൈന ഇതിനെങ്ങനെ തിരിച്ചടി നൽകും? ജപ്പാന്റെ കൂടെ അമേരിക്ക ഉറച്ചു നിൽക്കുമ്പോൾ ഇതൊരു വലിയ അന്താരാഷ്ട്ര പ്രതിസന്ധിയായി മാറുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി ഗൾഫ് മേഖലയിലെ ചില സുപ്രധാന വാർത്തകൾ പരിശോധിക്കാം. സൗദി ഖത്തർ അതിവേഗ റെയിൽവേക്ക് അംഗീകാരം. ഗൾഫ് മേഖലയിലെ യാത്രാ സൗകര്യങ്ങളിൽ വിപ്ലവകരമായ മാറ്റം കുറിച്ചുകൊണ്ട് സൗദി അറേബ്യയും ഖത്തറും തമ്മിലുള്ള അതിവേഗ റെയിൽവേ പദ്ധതിക്ക് ഔദ്യോഗിക അംഗീകാരമായി. സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഈ സുപ്രധാന തീരുമാനമെടുത്തത്. മണിക്കൂറിൽ 300 കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കുന്ന ഇലക്ട്രിക് ട്രെയിനുകളാകും സർവീസ് നടത്തുക. നിലവിൽ റോഡ് മാർഗം 6 മണിക്കൂറിലധികം എടുക്കുന്ന യാത്ര ഇതോടെ 2 മണിക്കൂറായി കുറയും. 30,000-ത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഈ പദ്ധതി 6 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. പ്രതിവർഷം 1 കോടിയിലധികം യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന ഈ പദ്ധതി മേഖലയിലെ GDP-യിൽ 11,500 കോടി റിയാലിന്റെ വർധനവുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. UAE-യിൽ 600 പുതിയ തൊഴിലവസരങ്ങൾ. UAE-യിലെ പ്രമുഖ മിഡ് സ്കെയിൽ ഹോട്ടൽ ഗ്രൂപ്പായ പ്രീമിയർ ഇൻ ഇക്വിറ്റേറ്റീവ ഗ്രൂപ്പുമായി ചേർന്ന് 200 കോടി ദിർഹത്തിന്റെ വിപുലീകരണ പദ്ധതി പ്രഖ്യാപിച്ചു. ദുബായ്, അബുദാബി, റാസൽ ഖൈമ, റിയാദ്, ജിദ്ദ എന്നിവിടങ്ങളിലായി 6 മുതൽ 8 വരെ പുതിയ ഹോട്ടലുകൾ സ്ഥാപിക്കും. ഇതിന്റെ ഭാഗമായി ഹോസ്പിറ്റാലിറ്റി, മാനേജ്മെന്റ് മേഖലകളിൽ 600 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. പ്രവാസികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഇത് വലിയ ആശ്വാസമാണ് നൽകുന്നത്. സൗദി കപ്പ് 2026-ന് റിയാദിൽ തുടക്കം. ലോകത്തിലെ ഏറ്റവും വലിയ കുതിരപ്പന്തയമായ സൗദി കപ്പ് 2026-ന് നാളെ റിയാദിൽ തുടക്കമാകും. സൗദി കപ്പിന്റെ 7ാം പതിപ്പിനാണ് റിയാദിലെ കിങ് അബ്ദുൽ അസീസ് റേസ് കോഴ്സിൽ തുടക്കമാകുന്നത്. $3.5 കോടി, അതായത് ഏകദേശം 290 കോടിയിലധികം രൂപയാണ് ഈ കായിക മാമാങ്കത്തിലെ ആകെ സമ്മാനത്തുക. ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഈ മത്സരം കാണാൻ വലിയ ജനപ്രവാഹമാണ് പ്രതീക്ഷിക്കുന്നത്. വെറും ഒരു കായിക മത്സരം എന്നതിലുപരി സൗദിയുടെ പാരമ്പര്യം, ഫാഷൻ, കലകൾ എന്നിവ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഒരു വലിയ സാംസ്കാരിക വേദി കൂടിയാണിത്. UAE സ്കൂളുകളിൽ AI ടൂളുകൾക്ക് നിയന്ത്രണം. 2025-26 അധ്യയന വർഷം മുതൽ UAE-യിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലും കൃത്രിമ ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു നിർബന്ധിത വിഷയമായി നടപ്പിലാക്കി വരികയാണ്. കുട്ടികളുടെ സർഗാത്മകതയും സ്വയം ചിന്തിക്കാനുള്ള കഴിവും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് UAE-യിലെ സ്കൂളുകളിൽ 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് AI ടൂളുകൾ ഉപയോഗിക്കുന്നതിന് വിദ്യാഭ്യാസ മന്ത്രാലയം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കുട്ടികൾക്ക് സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിവ് നൽകുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ധാർമ്മിക വശങ്ങളെക്കുറിച്ചും സ്വകാര്യതയെക്കുറിച്ചും ബോധവാന്മാരാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഒമാനിൽ പുതിയ റോഡ് ഭാഗം തുറന്നു. ഒമാനിലെ സുൽത്താൻ തുർക്കി ബിൻ സയ്യിദ് ഹൈവേയുടെ അൽ കാമൽ വൽ വാഫി മുതൽ
സൂർ വരെയുള്ള പുതിയ ഭാഗം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ഈ ഭാഗത്തെ 9 കിലോമീറ്റർ ദൂരമുള്ള പുതിയ പാതയാണ് തുറന്നത്. ഇത് മേഖലയിലെ യാത്രാക്ലേശം കുറയ്ക്കാനും ടൂറിസം വികസനത്തിനും സഹായകമാകും. ഓരോ ദിശയിലേക്കും 3 വരികൾ വീതമുള്ള ഈ ഹൈവേയിൽ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും തുരങ്കങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ദക്ഷിണ ഷർഖിയ മേഖലയിലെ വിനോദസഞ്ചാരത്തിനും ചരക്ക് നീക്കത്തിനും ഇത് വലിയ വേഗത നൽകും. ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്ന റെയിൽവേ പദ്ധതികളും പുതിയ തൊഴിലവസരങ്ങളും പ്രവാസ ലോകത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. മേഖലയിലെ സാമ്പത്തിക ഉണർവ് വരും ദിവസങ്ങളിൽ കൂടുതൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. ഗതാഗത മേഖലയിലെ ഈ വമ്പൻ കുതിച്ചുചാട്ടങ്ങളും വിദ്യാഭ്യാസ രംഗത്തെ പുതിയ പരിഷ്കാരങ്ങളും ഗൾഫ് നാടുകൾ മാറി ചിന്തിക്കുന്നതിന്റെ തെളിവാണ്. വരും തലമുറയ്ക്ക് സുരക്ഷിതവും നൂതനവുമായ ഒരു ജീവിത സാഹചര്യം ഒരുക്കുന്നതിൽ ഈ രാജ്യങ്ങൾ മാതൃകയാകുകയാണ്. വാർത്തകൾ പലപ്പോഴും സംഘർഷഭരിതമായി തോന്നാമെങ്കിലും ഇതിനിടയിലും സമാധാനത്തിന്റെ പുതിയ വാതിലുകൾ തുറക്കപ്പെടുന്നുണ്ട് എന്നതാണ് വലിയ കാര്യം. അമേരിക്കയും ഇറാനും ചർച്ചകൾക്ക് തയ്യാറാകുന്നതും പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ വിദേശത്തുള്ള സ്വന്തം പൗരന്മാരുടെ സുരക്ഷയ്ക്കായി നടത്തുന്ന ക്രിയാത്മകമായ ഇടപെടലുകളും വലിയ പ്രതീക്ഷ നൽകുന്നവയാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള ഈ നയതന്ത്ര ചതുരംഗ കളിയിൽ അന്തിമ വിജയം ജനാധിപത്യത്തിനും ജനങ്ങളുടെ സമാധാനത്തിനുമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ലോകം ഇനിയും മുന്നോട്ടു പോകും. ഓരോ വെല്ലുവിളിയും പുതിയൊരു പോസിറ്റീവ് മാറ്റത്തിന്റെ തുടക്കമായിരിക്കട്ടെ. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.